കൊറേ നാളിന് ശേഷം എന്റെ മൊഞ്ചത്തിപ്പെണ്ണിന്റെ മുഖം ഇപ്പോഴാ ഞാൻ സന്തോഷത്തോടെ കാണണേ. ഡോക്ടർ പറഞ്ഞല്ലോ നമുക്ക് രണ്ടാക്കും കാര്യമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാന്ന്. അത് കേട്ടപ്പോ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു. അതന്നെ, ഇനി സമാധാനത്തില് ജീവിക്കാം. അടുത്ത മാസം അങ്ങനെയാണെങ്കിൽ എനിക്ക് അമ്മയാവാൻ കഴിയോ കാക്ക? എന്താ സംശയം? അടുത്ത മാസം എന്തായാലും നീ പ്രഗ്നന്റ് ആവും. ആ ഒരു പ്രതീക്ഷയിലാ ഞാനും നിക്കണേ. എന്താ കദീസ മുഖം വാടിയത്? എന്നാലും ആ ഡോക്ടർ ചെയ്തത് വല്ലാത്ത ചതിയായി പോയി. എന്ത് ചതി? നമ്മൾ കാത്തു നിൽക്കേ വേറെ ആൾക്കാരെ ഒരു കേറ്റില്ലേ ആദ്യം. അതിനീ ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് എമർജൻസി കേസ് ആയോണ്ടാണെന്നല്ലേ? ഡോക്ടർ പറഞ്ഞത് എനിക്ക് അത്ര വിശ്വാസമായില്ല. എന്റെ കദീസ ഇത് വീട്, അതല്ലല്ലോ നമ്മളെ വിഷയം. അതല്ല വിഷയം, പണമുള്ളവർക്ക് എന്തോ ആവാം, അതാണല്ലോ ഇന്നത്തെ കാലം. എന്റെ പൊന്നാര കദീസ ഇജ് വീട്, നമുക്ക് വരാനുള്ള നല്ല കാലത്തെ കുറിച്ച് ആലോചിക്ക്. അത് ശരിയാ. ഇങ്ങനെ കാര്യം പറഞ്ഞിരുന്നാ മതിയോ? നമുക്ക് കിടക്കണ്ടേ? ആ കാക്ക കിടക്കാം. അയില, മത്തി, ചാള, കളമ, കിളമി. കുഞ്ഞാലിയെ, ഇതാര്? കദീസ്താത്തെ. അതിന് കദീസ്താത്തക്ക് നമ്മളെ മീനൊന്നും പറ്റൂലോ. ഞമ്മക്ക് മനസ്സിലായിക്കണ് കദീസ്താത്ത, നിങ്ങളൊന്നും പറയാൻ വരണ്ട. കദീസ്താത്തക്ക് സൗകര്യം ഉള്ളപ്പോഴല്ലേ എന്റെ അടുത്ത് മീൻ വാങ്ങലുള്ളൂ. കദീസ്താത്തക്ക് സൗകര്യം ഉള്ളപ്പോഴല്ലേ കദീസ്താത്തിനോട് മുണ്ടലുള്ളൂ. എന്താ കുഞ്ഞാലി ഇങ്ങനൊക്കെ പറയണേ? കുഞ്ഞാലി എന്റെ സങ്കടം കൊണ്ടാണ് ഞാൻ എന്നോട് ഓവർ മുണ്ടാൻ വരാത്ത. എനിക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട് കുഞ്ഞാലിയെ. രാജിന്റെയും അഹങ്കാരം ഞാൻ നിർത്തിത്തരാം. ഈ റോഷിയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു നീയൊക്കെ കണ്ടോരാ. നീ കദീശക്ക് മാത്രല്ല മീൻ കൊടുക്കുള്ളൂ, ഈ റോഷിക്ക് തരില്ല അല്ലേ? ഈ റോസി ചിന്ത എവിടെ? ആരെങ്കിലും കാണുന്ന മുന്നേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. കയ്യിലൊരു ക്യാമറ ഉണ്ടല്ലോ, ആര് ഫോട്ടോ ഈ റോസിച്ച് എടുത്തേ? ചോദിച്ചോക്കാം. റോസിച്ച് പോയോ അപ്പോത്തിനും? അതിന്റെ ഭാര്യ കദീസിയും മീൻകാരൻ കുഞ്ഞാലിയാണല്ലോ. ഇവരെ ഫോട്ടോ വയ്ക്കോ റോസിച്ച് എടുത്തു പോയത്? റോസിച്ച് ആള് തീരെ ശരിയില്ല. കദീസനെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് ആ തള്ള. ഇതെന്തിനേക്കും ഇവരുടെ ഫോട്ടോ ഒരെടുത്തു പോയത്? എന്തോ ഒന്നുണ്ട് പഠിച്ചോനായിട്ടാ ഇപ്പോ ഇങ്ങോട്ടേക്ക് എന്നെ വരുത്തിച്ചത്. ഇല്ല കദീസ്താത്ത പോയിക്കോ, എനിക്ക് മീൻ തരാൻ സൗകര്യം ഇല്ല. ആയിക്കോട്ടെ കുഞ്ഞാലേ, ഞാൻ കൂടുതലൊന്നും പറയണില്ല. കദീസ്താത്ത നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. വേറെ വഴി എന്റെ മുന്നിൽ ഇല്ലാത്തോണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത്. പെണ്ണും പെടക്കോയും ഒന്നും ഇല്ലാത്ത എനിക്ക് ജീവിതം എന്തായാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെ പോലെ മനസ്സിൽ നന്മ ഉള്ള ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ എനിക്ക് കഴിയൂല. ആ റോസേച്ചി ഞമ്മക്ക് പണി തരാനായിട്ട് പിന്നാലെ നടക്കുക. അതുകൊണ്ടാണ് കദീസ്താത്ത എനിക്ക് നിങ്ങളോട് ചെയ്യേണ്ടി വന്നത്. അപ്പം എല്ലാം പറഞ്ഞ പോലെ. ശരി റോസേച്ചിയെ. കണ്ടാൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് ആയിരിക്കണം താൻ ചെയ്യേണ്ടത്. ഞാൻ വേണ്ടത് ചെയ്യാ റോസേച്ചിയെ. നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം, പക്ഷേ നീ ഈ കാര്യം വേറൊരാളെ അറിയിക്കരുത്. ഏയ് ഇല്ല റോസേച്ചി, ഞാൻ ആരോടും പറയില്ല. പറഞ്ഞില്ലെങ്കിൽ നിനക്ക് തന്നെ നല്ലത്. എന്നാ ശരി, ഞാൻ പോയി. വല്ലാത്തൊരു ദുഷ്ട തള്ള തന്നെ ഇത്. ആ നിരപരാധികളായ അവരോട് എന്തിനവരിങ്ങനെ ചെയ്യുന്നേ? ഇത് വെറുതെ വിട്ടാ പറ്റില്ല. എന്തായാലും ബീരാകനെ വിളിച്ചിട്ട് പറയണം. ഒരു മാസത്തിന് ശേഷം ഇത്ര നേരായി ഈ പെണ്ണിനോട് ഒരു ചായ ചോദിച്ചിട്ട് കദീസ കദീസ തേടേനു കദീസ. നീ ചായ ഇതുവരെ കൊണ്ടുവന്നില്ല അപ്പോ? ഇല്ല. അതെന്താ? അതിനു മുന്നേ ഇക്കാക്കനോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്ത്? ഇത് പറഞ്ഞിക്കോ. ഇച്ചൊരു സംശയം തോന്നിയപ്പോ വെറുതെ ഞാൻ ആ പ്രഗ്നൻസി കിറ്റ് എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ടോ? സന്തോഷ വാർത്തയാക്കാക്ക. എന്ന് പറഞ്ഞ എന്റെ പൊന്നുമോള് പ്രഗ്നന്റ് ആയോ? ഞാൻ പ്രഗ്നന്റ്. അതിൽ പോസിറ്റീവ് ആയിട്ട് കാണിക്കണേ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കദീസ. നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോണം കാക്ക. പോവാം. ഒന്ന് കൺഫേം ചെയ്യാം, ഇത് ജസ്റ്റ് പ്രഗ്നൻസി കിറ്റിലല്ലേ ടെസ്റ്റ് ചെയ്തത്? ഇനി എന്ത് നോക്കാനാ? നീ എന്തായാലും പ്രഗ്നന്റ് ആ പെണ്ണേ. എനിക്കറിയാം, എന്നാലും ഒരു കൺഫേമിന് വേണ്ടി നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോവാം. ഓ പോവാലോ. എന്നാ എന്റെ സുന്ദരി പെണ്ണ് വേഗം പോയി മാറ്റ്. ഡോക്ടർ, യെസ്, ഞങ്ങളുടെ റിസൾട്ട് എന്തായി ഡോക്ടർ? നിങ്ങൾ രണ്ടുപേരും കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡോക്ടർ? അതെ, ഷീ ഈസ് പ്രഗ്നന്റ്. രണ്ടുപേരും നല്ല മുഞ്ചിലാണല്ലോ ഇന്ന് വന്നേക്കുന്നേ. ഡോക്ടർ, സന്തോഷം കൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണില്ല. ഈ ഫീലിംഗ് എനിക്ക് മനസ്സിലാവിടോ.
നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് സ്നേഹിക്കാനും ഒരു പിഞ്ചോമന നിങ്ങളെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുക്ക് സ്തുതി. ഇനിയുള്ള നാളുകൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ധാരാളം ഫ്രൂട്ട്സ് കഴിക്കണം, വെള്ളം കുടിക്കണം. ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചോളാം ഡോക്ടർ.